ഓർമ്മയുണ്ടോ എനിക്കയച്ച 4ാമത്തെ കത്ത്? കേശവേട്ടൻ പിടിച്ചത്. അന്ന് കേശവേട്ടന് മുമ്പിൽ ഐസായി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. അത് നമ്മുടെ അന്നത്തെ പ്രായം. ആ എന്നാലേ അന്നത്തെ നമ്മുടെ പ്രായമാണ് ഇന്ന് സേതുവിന്. ഞാൻ കേശവേട്ടന് ഫോൺ ചെയ്തായിരുന്നു. ആ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു. ഒരു മോശമില്ല, നല്ല സ്വഭാവം. പിന്നെന്താ? ആണോ? കെട്ടിച്ചേരെ. അവന്റെ പഠിത്തം തീരട്ടെ, എന്നിട്ട് അന്നേരത്തെ ഏനം പോലെ അപ്പൊ നമുക്ക് തീരുമാനിക്കാം. താനായി തന്നെ മോനായി. എന്തുകൊണ്ട് വായിക്കോ? എന്താ പറഞ്ഞത്? നിങ്ങൾ വെക്ക്, ഞാൻ വന്നോളാം. ഓക്കെ. സേതു, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേക്കൂ? എന്താ? എന്താണെന്ന് വിത്തും വരി അറിഞ്ഞാലും സമ്മതിക്കൂ? പറയേ. വാ. ബെർലി, ശംഭു, ഇങ്ങ് വന്നേ. ഞാനും സേതുവും തമ്മിലുള്ള അടുപ്പം നിങ്ങൾക്കറിയാം. പിന്നെ എന്തെങ്കിലും വേണ്ടിയെന്ന് നോക്കിയെന്നും പറഞ്ഞ് കിടന്ന് തമ്മിൽ തന്നെ നാണാവില്ലേ നിങ്ങൾക്ക്? ഞാൻ പരിചയപ്പെടുമ്പോ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്കെപ്പോഴും നിങ്ങൾ അങ്ങനെ കാണാനാണ് ഇഷ്ടം. Come on, Setu, be friends. Shake hands. Come on, what's this? ആദ്യത്തെ ദിവസവും മഴക്കുണ്ടാക്കിയത് സോണിയ എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതിനാണ്. പിന്നെ ഓരോ ഉപ്പി വീറ് കുടിക്കുന്നതിനിടയിൽ സോണിയയുടെ കാര്യം മെൻഷൻ ചെയ്തതിന് ഇവൻ തല്ലുണ്ടാക്കി. ആ സ്വഭാവം മാറ്റുമെന്നറിയണ്ടേ? ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സോണിയയുടെ തോളത്ത് കൈവയ്ക്കും. ഇവൻ എന്തോ ചെയ്യുമെന്നറിയണമല്ലോ. അയ്യോ എന്റെ നാസറേ, എന്റെ അനുവാദം കൂടാതെ എന്റെ തോളത്ത് ആരെങ്കിലും കയറി തൊട്ടാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അതിന് എനിക്കെന്റെ ബോയ്ഫ്രണ്ടിന്റെ സഹായം ആവശ്യമില്ല. കൈയെടുക്കണം മിസ്റ്റർ. ഇപ്പൊ മനസ്സില്ലെങ്കിലോ? മനസ്സില്ലെങ്കിൽ എന്റെ കാലിൽ കിടക്കുന്ന ബാറ്റ ചെരുപ്പിന്റെ സൈസ് തന്റെ മുഖത്ത് തെളിഞ്ഞു കാണും. വേറെ വിശേഷമൊന്നുമില്ല. നിന്റെ ഗുരു രാവിലെ ഇറങ്ങിയ ലക്ഷണ. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ ബൈ. വേഗം ചെല്ലു സ്വാമിജി. ഒരു പുക തരൂ പ്ലീസ്. കുട്ടി ദിവസവും ഇങ്ങനെ ഓസിനടിക്കാൻ നിന്ന കഷ്ടമാ. ഒരു പുക താടോ. ഒരു 25 NP തരാവോ? 25 NP അല്ല, 25 ഉറുപ്പീസ് തരാം. ഒരു പുക തരൂ പ്ലീസ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14. I bring fresh showers for the thirsting flowers from the seas and the streams. I bear light shirt for the leaves when late in their noonday dreams. I shaken the dews that waken the sweet birds everyone. I sift the snow on the mountains below and their great pines grown aghast. Miss. Yes. Thank you. And all the night is my pillow white while I sleep in the arms of the boss. വരില്ലേന്ന് ചോദിച്ചു. ദേ വന്നു. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആരയച്ച കത്താണോ എന്തോ. ടിക്കറ്റ് എടുക്കാണ്ട് വീണ് കിട്ടിയ ലോട്ടറിയാണ്. മനസ്സിറങ്ങുന്നു കൊള്ളാമെന്ന് കരുതി. ക്ലാസ് കട്ട് ചെയ്ത് വന്നത് വെറുതെ ആയോ? ഇനിയിപ്പോ തല്ലാനും മറ്റും വിളിപ്പിച്ചതാണോ? എനിക്കങ്ങനെ ആരും ശത്രുക്കളില്ലല്ലോ. അല്ല ശംഭു എന്താ ഇവിടെ? അല്ല ഞാൻ വെറുതെ ചുമ്മാ ക്ലാസ്സിൽ നിന്ന് ബോറടിച്ചപ്പോ
ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോണിയ എന്താ ഇവിടെ? അല്ല, ഞാൻ ചുമ്മാ ക്ലാസ്സിലിരുന്ന് ബോറടിച്ചപ്പോ വെറുതെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എന്തിനാ നുണ പറയുന്നത്? ഞാൻ ആ ശിവൻപിള്ളയുടെ കയ്യിൽ സേതുവിനൊരു കുറിപ്പ് കൊടുത്തയച്ചിരുന്നു. എന്താ കാണാത്താവോ? ക്ലാസ്സിലില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് സേതുവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അല്ല, അതിനിടയ്ക്ക് ശംഭുവിന് കാണേണ്ട ആള് വന്നാലോ? ഹേയ്, എന്നെ കാണാൻ ആര് വരാനാ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഓക്കേ, ബൈ. സോറി. ബൈ. 1 2 3. 1 2 3. താൻ എഴുന്നേറ്റാനോട്? ഞാൻ കോത്താഴത്തുകാരൻ. അത് മനസ്സിലായി. സോണിയ കുറിപ്പ് ആർക്ക് കൊടുക്കാനോട്? സേതു സാറിന്. സേതു സാറിന് കൊടുക്കാൻ. അയ്യോ, അപ്പോ ഞാനത് സേതു സാറിനല്ലേ കൊടുത്തത്? എന്റെ പൊന്ന് ശംഭു സാറേ, ഇന്നലെ തന്ന ബീഡി, സ്വാമി ബീഡി, അതിലൊരെണ്ണം ബാക്കിയുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാനത് പിടിപ്പിച്ച്. ഇപ്പൊ ദേ ആകെ ഒരു മൂട് പടലക്കം പോലെ ഇങ്ങനെ. മനുഷ്യൻ നാണം കെടുത്താൻ തന്റെ ഒടുക്കത്തെ മൂട് വെള്ളം ഓടുന്നു. 1 2 3 3 4 5. ആ കൊരങ്ങൻ ബേർലി എവിടെ പോയി കിടക്കുന്നു? 5 മണിക്ക് വരാന്ന് പറഞ്ഞ പാർട്ടിയാ. അതല്ലല്ലേ ആ പേടി, അവനോ ഇല്ല. ആ നേരത്ത് നമ്മളിവിടെ കയറിയിരിക്കുന്ന ആ വാദനച്ചനെങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാവും കേസ്. ഓ, കത്തനാരെ നമുക്ക് വടകി ഒതുക്കാന്നേ. എന്നാലും അവനിത് എവിടെ പോയി കിടക്കുക? വിമൻസ് കോളേജ് വിടുമ്പോ അതിന്റെ മുമ്പിലുണ്ടായിരുന്നു. ജിമിനേഷൻ ബോഡിയും കാണിച്ച് ബട്ടൺസ് ഒക്കെ തുറന്നിട്ട് വല്ല ബസ് സ്റ്റോപ്പിൽ നിന്ന് ഷൈൻ ചെയ്യുന്നുണ്ടാവും ആളി. അത് ഷുവറാ. ഓ, എവിടെ തക്കം കിട്ടിയാൽ അപ്പം തുടങ്ങുമല്ലടാ പരദൂഷണം പറയാൻ. ഇത് എവിടെ ആയിരുന്നടാ ഇത്രയും നേരം? അളിയ, ഒരു ഹാപ്പി ന്യൂസ്. പുതിയ ഉരുപ്പടി വല്ലതും വലിയ വീണോടേ. എനിക്കിവിടെ പാലസ് ഹോട്ടലിൽ ഒരു ജോലി കിട്ടി. ഡാൻസ് ഫ്ലോറില ഗസ്റ്റ് ആർട്ടിസ്റ്റ് കം സിംഗർ. പാർട്ട് ടൈം ജോലിയാ. വണ്ടർഫുൾ. രാത്രി 9 മണിക്ക് ജോലി തീരും. 9:15 വാർഡൻ അച്ഛന്റെ കണ്ണിൽ ഒന്ന് പൊടിയിട്ട് ഹോസ്റ്റലിൽ. നീ ചുമ്മാ നാട്ടിൽ കിടക്കുന്ന തന്തപ്പടി അറിയാതെ വൈകുന്നേരങ്ങൾ വിറ്റ് ചെലവിനുള്ള കാശ് ഈസി. നീ മിടുക്കനാടെ ബെർലി. ആട്ടെ, എന്തോന്ന് കിട്ടൂടെ? ഒരു 300 മണീസ്. $300? ഓ മൈ ഗോഡ്. ഏതായാലും ഗിറ്റാർ പഠിക്കാൻ സമയം കളഞ്ഞത് വെറുതെ ആയില്ല. ഈ വായി നോക്കി നടക്കുന്ന നേരത്ത് വല്ല തപ്പുകൊട്ടെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഇവനെ പോലെ എവിടെയെങ്കിലും കയറി രക്ഷപ്പെടാമായിരുന്നു. ഇതിന്റെ ചെലവെന്താടാ? എനിഡേ, സ്റ്റാഫ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ ഒരു ദിവസം ഹോട്ടലിലേക്ക് ഡിന്നറിന് ക്ഷണിക്കാം. പക്ഷെ കള്ളുകൂടിയതിൽ പെടില്ല. നിർബന്ധമുള്ളവർക്ക് അപ്പന അക്കൗണ്ടിൽ കഴിക്കാം. വേണമെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെയും കൂട്ടാം. That's it. That's the way. I like it. I like the way. I like it. I like the way. എന്ത് വിട്ടിത്തമ്മ ചെയ്തു ഈ പറയുന്നേ? സന്ധ്യ കഴിഞ്ഞുള്ള ഔട്ടിങ്ങിന് ഞാൻ എങ്ങനെ വരും? വീട്ടിൽ നിന്ന് വിടണ്ടേ? അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. മൂപ്പിൾസിനെ പറഞ്ഞു നിളക്കണം. രണ്ടുപേരും കൂടി ഇന്ന് ഡിന്നറിന് വന്നേ പറ്റൂ. അച്ഛൻ വന്നത് തന്നെ. VIPs ഒക്കെ അങ്ങനെയാണെന്ന് പറയണം. സോണിയയുടെ മിടുക്ക് പോലെ ഇരിക്കും. ഒന്നുമില്ലെങ്കിലും ബെർലിയുടെ പാട്ടും കേട്ട് ചുമ്മാ തമ്മിൽ നോക്കി മൂപ്പിൾസിന്റെ കണ്ണു മെട്ടിച്ച് കുറെ നേരം ഇരിക്കാമല്ലോ. കമോൺ സോണിയ. നോക്കട്ടെ. വേണ്ട. ഡാഡി, ഡാഡി, ഡാഡി. ഈ ഡാഡി എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം തിരക്കി നടക്കുന്നു. ഡാഡിന്നോ? വൃത്തികേട് പറയാതെടി, അച്ഛന്ന് വിളിക്കേ. വലിയ വലിയ ആൾക്കാരുടെ വീടുകളിൽ ഇങ്ങനെയാ പതിവ്. ആണോ? എന്നാലും അത് കേൾക്കുമ്പോ എന്നെ അല്ല വേറെ ആരാണ്ടിനെ വിളിക്കണെന്നൊരു തോന്നൽ. നമുക്കത് വേണ്ട മോളെ. എന്നാ പോട്ടെ. ദിവസം ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കാതെ നമുക്കിന്ന് രാത്രി പുറത്തെവിടെയെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം. അയ്യോ, ഒരു അയ്യേ ഇല്ല. കൊള്ളാവുന്ന വീട്ടിലെ ആൾക്കാരൊക്കെ ഇപ്പോഴെങ്ങനെയാ?
ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും ഹോട്ടലിൽ പോയി ഡിന്നർ കഴിക്കും. ഡിന്നർ? ഭക്ഷണം. ഭക്ഷണത്തിന് ഇപ്പൊ ഡിന്നർ എന്നാണ് പറയണത്. അതൊക്കെ ഒരു വക ധൂർത്തല്ലേ മോളെ? ഈ അച്ഛൻ എനിക്കിതാ പിടിക്കാത്ത. ഇപ്പോഴും ഷാപ്പിലെ കറി സപ്ലയർ ആണെന്നാ വിചാരം. അല്ലാണ്ട് പിന്നെ ജഡ്ജിമാരുടെയും വലിയ വലിയ കോൺട്രാക്ടർമാരുടെയും വീട്ടുകാര് ഹോട്ടലിൽ പോയി ജോളിയായിട്ട് നടക്കുമ്പോ എനിക്കും ഉണ്ടാവില്ല ആഗ്രഹം. എനിക്ക് ഈ പ്രമാണിമാരുടെ ഇടയ്ക്കൊന്നും പെരുമാറാൻ അറിഞ്ഞൂടാ. നീ ഒരു കാര്യം ചെയ്യും, ഡ്രൈവറെ വിളിച്ചോണ്ട് പോക്കോ. വേഗം വന്നേക്കണം. ഇനി അതുകൊണ്ടുള്ള നാണക്കേട് വേണ്ട. നല്ല ഡാഡി. ഡാഡി അല്ലടി, അച്ഛൻ. അച്ഛനെങ്കിൽ അച്ഛൻ.